അനുമോൾ ശൈത്യയോട് ചോദിക്കുകയാണ്, ഞാൻ PR കൊടുത്തെന്നും എത്ര രൂപ കൊടുത്തെന്നും നിന്നോട് പറഞ്ഞോ? അപ്പോൾ പറയുന്നു, നീ എന്നോട് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? എനിക്ക് ഇത്രയും ഫിനാൻഷ്യലി പ്രശ്നമുള്ള ഞാൻ എപ്പോൾ പൈസ കൊടുത്തു ഈ 15 ലക്ഷം രൂപ? അപ്പോൾ പറയുന്നു, അത് നീ പറഞ്ഞായിരുന്നു. അത് എപ്പോൾ പറഞ്ഞായിരുന്നു? എവിടെ വെച്ച് പറഞ്ഞായിരുന്നു? അനുമോൾ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ നീ ഇവിടെ ഗെയിം കളിക്കാമെന്നോ ഞാനും ഇവിടെ ഗെയിം കളിക്കാമെന്നോ? അപ്പം ഞാൻ അഥവാ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുമോ ഞാൻ കൊടുത്തെന്ന്? ആരെങ്കിലും പറയുമോ അങ്ങനെ PR കൊടുത്തിട്ടുണ്ടെന്ന്? നീ എന്നോട് പറഞ്ഞു ഈ ഒരു വ്യക്തി നിന്നെ വിളിച്ചായിരുന്നു എന്ന്. അപ്പം ശൈത്യ പറയാം, വിളിച്ചെന്നല്ല പറഞ്ഞത്, ഈ പുള്ളിക്കാരനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അങ്ങനെ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ്, ആ ലിസ്റ്റ് നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണോ വിളിക്കുന്നതെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു 3 പേരുടെയോ മറ്റോ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 പേരുടെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 3 പേരുടെ നോക്കാൻ പറഞ്ഞ ആരാണെന്നറിയാവോ? അത് ഞാനാണ്. എനിക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഷോയിൽ ഇങ്ങനെയൊക്കെ മുന്നേ ഉണ്ടായിരുന്നോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ ചെയ്യണം, PR ഉണ്ട്, പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. പിന്നെ കുറേ പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് ഓൾറെഡി നീ ഷോയ്ക്കൊക്കെ പോയതുകൊണ്ട് നിനക്ക് കുറേ പേരുടെ സപ്പോർട്ടുണ്ട്, അപ്പം നീ PR ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ പേര് പറഞ്ഞു, അതല്ല, ഈ വീഡിയോ കട്ട് ചെയ്ത് ഫോട്ടോയൊക്കെ ഇട്ട് പബ്ലിക് റിലേഷൻ, അതാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്, അതിനായിട്ട് ഒരാൾ വേണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ആരുമില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ പോലും നോക്കുന്നത് ഞാൻ തനിയെയാണ്. എനിക്കൊരു മാനേജറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തനിയെയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് PRകൾ വന്നെന്നും വലിയ എമൗണ്ടുകൾ ചോദിച്ചിട്ടുണ്ടെന്നും എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് 15 ലക്ഷം രൂപയാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അന്നേരം 15 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നു, പുള്ളി എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. പിന്നെ ഇവിടെയുള്ള ആരെ വേണേലും എടുത്തോളാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പുള്ളി അന്നേരം പറഞ്ഞു, ഞാൻ നോക്കട്ടെ ഇപ്പോൾ ഈ സീസണിൽ ആരൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കട്ടെ എന്ന്. പിന്നെ പുള്ളി ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞണൊക്കെ പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, വെറും 3 ദിവസമേ ബാക്കിയുള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വരികയും വേണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇൻസ്റ്റാഗ്രാം നോക്കാനും റീൽസ് കട്ട് ചെയ്തിടാനും വീഡിയോസ് ഉണ്ടാക്കിയിടാനും ഒക്കെ വേറെ ആരുമില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല, ഞാൻ ചേച്ചിയുടെ ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്തൊരു പേജ് ഉണ്ടായിരുന്നു, അത് എൻ്റെ പേര് തുടങ്ങിയതാണ്, പക്ഷേ അത് എൻ്റെ അല്ല. 1 എത്രയോ മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്ന് ശൈത്യ പറയുന്നു. എൻ്റെ ഫോൺ എൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ചേച്ചിയല്ലേ നോക്കുന്നത്, പിന്നെ എങ്ങനെ അതിനകത്ത് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫോൺ ചേച്ചിയുടെ കയ്യിലായാലും അക്കൗണ്ട് ആർക്ക് വേണേലും ഹാൻഡിൽ ചെയ്തുകൂടായോ, പാസ്വേഡ് കൊടുത്താൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട്, നിൻ്റെ അക്കൗണ്ട് അയാളുടെ കയ്യിലാണ്. അന്നേരം അനുമോൾ ചോദിക്കുന്നു, ഇപ്പോഴോ? അയാളാണ് നോക്കുന്നതും എടുക്കുന്നതും എല്ലാം, അയാൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് ശൈത്യ പറയുന്നുണ്ട്. അയാൾ പറഞ്ഞത്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു 15 ലക്ഷം നീ കൊടുത്തിട്ടുണ്ടെന്ന്, നീ എൻ്റെ അടുത്ത് പറഞ്ഞു 15 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന്. അന്നേരം അനുമോൾ പറയുന്നുണ്ട്, അയാളുടെ മുന്നിൽ വെച്ച് ഞാനിവിടെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാം ഞാൻ അയാൾക്ക് 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ എടുത്ത് ഞാൻ കാണിച്ചു തരും. ആദിലേക്കും നൂറയ്ക്കും പിന്നെ ഇവിടെ 15 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞ കുറച്ച് പേരും ഇവിടെ ഉണ്ട്, അവർക്ക് ഞാൻ ഇത് കണക്കെടുത്ത് ഞാൻ കാണിക്കും. എനിക്കറിയത്തില്ല, നീ എൻ്റെ അടുത്ത് എമൗണ്ട് പറഞ്ഞതാണ് ശൈത്യ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷം എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഇവിടെ വരുന്നുണ്ടെന്ന് നിനക്കറിയാമായിരുന്നോ? ശൈത്യ ചോദിക്കുക. വീഡിയോയിൽ കണ്ടു, അവർ പറഞ്ഞു ഇവരൊക്കെ ഉണ്ടാവുമെന്ന്. വീഡിയോയിൽ പക്ഷേ ലാസ്റ്റിലല്ലേ കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അപ്പം കണ്ടു, അവർ പറഞ്ഞു നീ അയാളെടുത്ത് പറഞ്ഞു ഞാനൊരു നല്ല ഗെയിമറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞു, അല്ലാതെ ഗെയിമറാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗെയിമറാണെന്നെങ്കിൽ ഇവിടെ ഇരുന്നേനല്ലോ, ഇപ്പം ഔട്ടായി പോയപ്പോൾ പിന്നെ ഗെയിമറെന്ന് പറയാൻ പറ്റുമോ? ശൈത്യ വീണ്ടും പറഞ്ഞത്, നീ അത് പറയുന്നത് കറക്റ്റായിട്ട് പറയണം, കാരണം ഇത് ആൾക്കാർ കേൾക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്നും യാതൊരു വിധമായ പ്രശ്നമില്ല, ഞാനുള്ള കാര്യം കറക്റ്റായിട്ട് പറയും.